ഫസ്റ്റത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അലാറം സെറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് യാതൊരു പ്രോബ്ലവുമില്ല. അലാറം സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ ആ പ്രോബ്ലം. കാരണം നമ്മൾ പല ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് അലാറം സെറ്റ് ചെയ്ത് വെക്കാറുള്ളത്. ജോബിന് പോകുന്നവർ, അതേപോലെ തന്നെ പല പണിക്കും പോകുന്നവർ, അതേപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ അലാറം സെറ്റ് ചെയ്ത് വെക്കാറുള്ളത്. പക്ഷേ ഈ അലാറം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫോൺ, അതായത് നിങ്ങളുടെ തലയുടെ അടുത്ത് ഒരിക്കലും അലാറം സെറ്റ് ചെയ്ത് വെക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി സമയങ്ങളിൽ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഒരു സാധനവും ഏറ്റവും ഫസ്റ്റ് കാണുന്നത്, അതായത് രാത്രികളിൽ ലേറ്റായിട്ട് ഉറങ്ങുമ്പോഴും രാവിലെ, അതായത് പകൽ സമയത്ത് നമ്മൾ ഏറ്റവും ഫസ്റ്റ് എടുക്കുന്ന ഒരു സാധനം എന്താണ്? ഈ മൊബൈലാണ്. അപ്പോൾ നിങ്ങൾ ഈ മൊബൈൽ ഫോണിൻ്റെ അഡിക്റ്റ് ആവാതിരിക്കാൻ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അലാറം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും റൂമിന് പുറത്ത് വെക്കുക. ഓക്കെ, അതൊരു മീൻകാരനാണ്. ഓക്കെ, അപ്പോൾ റൂമിന് പുറത്ത് വെക്കുക. ഇനി അതല്ല, നിങ്ങൾ കുറച്ച് ദൂരെ വെക്കുക. അതായത് അങ്ങനെ വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫിസിക്കലായിട്ട് ഒരു പ്രോബ്ലവും അലാറം സെറ്റ് ചെയ്ത് വെക്കുന്നതുകൊണ്ട് ഉണ്ടാകാതിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സഡനായിട്ട് കേൾക്കുന്ന ഒരു പെട്ടെന്ന് പേടിക്കാനുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു കാര്യമാണ് അലാറം. നല്ല സൗണ്ടിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ, ചെവിയുടെ അടുത്തേക്ക് വെച്ചാൽ വളരെ ഡേഞ്ചറാണ്. അപ്പോൾ നിങ്ങൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഫോണ് അഡിക്റ്റ് ആവാതിരിക്കാനും ഫിസിക്കലായിട്ട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനും വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ടും ഫോൺ എന്ത് ചെയ്യുക, ഈ അടുത്ത് വെക്കുന്നതിന് പകരം കുറച്ച് ദൂരെ റൂമിന് പുറത്തോ അല്ലെങ്കിൽ ഷോക്കേസോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പരിക്കനുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അലാറം ഫോൺ സെറ്റ് ചെയ്ത് വെക്കുക. പിന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ ഒരുപാട് വരും. അതായത് രാത്രി ഉറങ്ങുന്ന സമയം, ഞാൻ എക്സാമ്പിൾ ഒരു കാര്യം പറയാം. നമ്മളെല്ലാവരും ഉറങ്ങും. ഓക്കെ, നമ്മളെല്ലാവരും ഉറങ്ങി, അതായത് ഫോണൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് നെറ്റ് ഓഫ് ആക്കൂല. ഫോണ് ഉറങ്ങാൻ വേണ്ടി സമയമാകുമ്പോൾ ഫോൺ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങുമ്പം എന്ത് വരും? നോട്ടിഫിക്കേഷൻ വരും. പക്ഷേ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ വീണ്ടും ഫോൺ എടുത്തിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അത് ഭയങ്കരമായ ഒരു അഡിക്റ്റ് ആവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ എന്താക്കുക, അതായത് ഫോണിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷൻ ഒഴിച്ച് ബാക്കിയുള്ള കോമൺ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ ടേൺ ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഫോണിൻ്റെ അതായത് മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആവാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു രക്ഷയാകും. നോട്ടിഫിക്കേഷൻ മെയിനായിട്ടുള്ള, അതായത് ഗ്രൂപ്പ് നോട്ടിഫിക്കേഷൻ, അതേപോലെ തന്നെ പല ക്രോമിൽ നിന്ന് വരുന്ന ഓരോ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ടേൺ ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആവാതിരിക്കാനുള്ള ഒരു സൊല്യൂഷനാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ശ്രദ്ധിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആവാതിരിക്കാനുള്ള വേറൊരു കാര്യമാണ്, നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയി കട്ട പോസ്റ്റായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്കൾക്കൊക്കെ മനസ്സിലാവും. കട്ട പോസ്റ്റായി നിൽക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ ഫോൺ എടുത്ത് സ്ക്രോൾ ഡൗൺ ചെയ്ത് വെക്കും. ഇങ്ങനെ സ്ക്രോൾ ഡൗൺ ചെയ്ത് വെക്കുന്നത് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക, ഞാൻ എന്തിനാണ് ഫോൺ എടുത്തത്? എന്തിനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്തത്? ഒരാവശ്യം ഉണ്ടാവില്ല. ഈവൻ ഞാൻ പോലും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ആവശ്യമില്ലാത്ത സമയത്ത് വെറുതെ ഫോൺ എടുത്ത് സ്ക്രോൾ ഡൗൺ ചെയ്ത് വെക്കും. ആരെങ്കിലും വരുന്ന നോക്കും, അപ്പുറത്തിറങ്ങി വരുന്ന നോക്കും, പിന്നെയും ഫോൺ കളിക്കും. ഇത് ഭയങ്കര ഡേഞ്ചറാണ്. അതായത് ഫോണിന് അഡിക്റ്റായി, അതായത് നമ്മൾ മാക്സിമം ഫോണിന് അഡിക്റ്റായി എന്നത് കൊണ്ടാണ് ഇതിൻ്റെ ഒരു മീനിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോൺ കീശയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കുക, ഞാനെന്തിനാണ് ഫോൺ എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു നോട്ടിഫിക്കേഷൻ, ഒരു മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. ജസ്റ്റ് നോക്കുക, കോൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മെസ്സേജ് വന്നിട്ടുണ്ടോ നോക്കുക, ജസ്റ്റ് ഫോൺ വെക്കുക. സാധാരണ കട്ട പോസ്റ്റ് ആകുന്ന ആളുകളാണ് സാധാരണ മൊബൈൽ ഫോൺ അങ്ങനെ ചെയ്യാറുള്ളത്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോണിൻ്റെ അഡിക്റ്റിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും. അഡിക്റ്റ് മീൻസ് മാക്സിമം അഡിക്റ്റായ കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ പോലും ഒന്ന് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ടിപ്സ് അല്ല, ഇത്രയും ഇൻഫർമേഷനാണ് മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആവാതിരിക്കാനും അലാറം സെറ്റ് ചെയ്ത് വെക്കുന്നത് കൊണ്ടുള്ള, അതായത് അലാറം സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ വലത്തെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൊണ്ട് പ്രസ് ചെയ്യുക. ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുകയാണെങ്കിൽ ഒരു ഹെൽപ്പാവും. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരെ താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്.